ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. തേജസ് തകർന്നു വീണുണ്ടായ അപകടം, പൈലറ്റിന് വീരമൃത്യു. ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ച വ്യോമസേന. ദുബായിൽ ഇന്ത്യൻ യുദ്ധവിമാനം തേജസ് തകർന്നു വീണുണ്ടായ അപകടത്തിൽ പൈലറ്റിന് വീരമൃത്യു. വ്യോമസേന പൈലറ്റിന്റെ മരണം സ്ഥിരീകരിച്ചു. പൈലറ്റിന്റെ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. സംഭവത്തിൽ വ്യോമസേന ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചു. എയർ ഷോക്കിടെയാണ് അപകടം. അൽ മക്തൂം വിമാനത്താവളത്തിനടുത്ത് ദുബായ് സമയം 2:10 അപകടമുണ്ടായത്. അപകടത്തിന് കാരണം വ്യക്തമായിട്ടില്ല. അപകടത്തിന് പിന്നാലെ എയർ ഷോ നിർത്തിവച്ചു. ഏരിയൽ ഷോ നടക്കുന്നതിനിടെയാണ് അപകടം നടന്നത്. ഏരിയൽ ഷോക്കിടെ വിമാനം പറക്കുന്നതിനിടെ തന്നെ പുക ഉയരുകയും നിലം പതിക്കുകയുമായിരുന്നു. പൈലറ്റിന് ഇജക്ട് ചെയ്യുവാൻ കഴിഞ്ഞിരുന്നില്ല. ദുബായ് എയർ ഷോ നവംബർ 17 ആരംഭിച്ചത്. എയർ ഷോ ഇന്നലെ അവസാനിക്കേണ്ടതായിരുന്നു. HAL പ്രാദേശികമായി നിർമ്മിച്ച യുദ്ധവിമാനമാണ് തേജസ്. തേജസ് യുദ്ധവിമാനം അപകടത്തിൽപ്പെടുന്നത് ഇത് 2ാം തവണയാണ്. 2024 മാർച്ച് 12 രാജസ്ഥാനിലെ ജയ്സാൽമീറിന് സമീപം തേജസ് യുദ്ധവിമാനം തകർന്നു വീണിരുന്നു. ആ സംഭവത്തിൽ പൈലറ്റ് സുരക്ഷിതമായി ഇജക്ട് ചെയ്യപ്പെട്ടിരുന്നു. 2016 ജൂലൈയിലാണ് ഇന്ത്യൻ വ്യോമസേന ആദ്യത്തെ തേജസ് വിമാനം സേനയിൽ ഉൾപ്പെടുത്തിയത്. നിലവിൽ 2 MK-1 സ്ക്വാഡ്രണുകൾ പ്രവർത്തിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ മാനസികമായി താൽപര്യമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ വിജയം നേടും. കെ മുരളീധരൻ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ മാനസികമായി താൽപര്യമില്ലെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. തൃശൂരിലെ തോൽവിയാണ് മത്സരത്തിൽ നിന്നും അകന്നു നിൽക്കുവാൻ കാരണമായത്. തൃശൂരിൽ കാല് വാരിയതാരാണെന്ന് വ്യക്തമായി അറിയാം. മുഖ്യമന്ത്രി ആകണമെന്ന ആഗ്രഹം ഇല്ല. ശശി തരൂരിന്റെ നിലപാടുകളിലെ അതൃപ്തി നേരത്തെ വ്യക്തമാക്കിയതാണെന്നും കെ മുരളീധരൻ ഫോർ ദ പീപ്പിൾ പരിപാടിയിൽ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ വിജയം നേടുമെന്ന ആത്മവിശ്വാസത്തിലാണ് കെ മുരളീധരൻ. തിരുവനന്തപുരത്തിന്റെ തിരഞ്ഞെടുപ്പ് ചുമതലയിൽ വലിയ വിജയം പ്രതീക്ഷിക്കുന്നു. പുനഃസംഘടനയിൽ അതൃപ്തികൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ പാർട്ടിയുടെ വിജയമാണ് മുഖ്യമെന്ന് കെ മുരളീധരൻ പറഞ്ഞു. ഡൽഹി സ്ഫോടനം, ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച യന്ത്രം കണ്ടെടുത്തു. യൂറിയ പൊടിക്കുവാനായി ഉപയോഗിച്ച ഗ്രൈൻഡറും കണ്ടെത്തി. ഡൽഹി സ്ഫോടനത്തിൽ ബോംബ് നിർമ്മാണത്തിനായി ഉപയോഗിച്ച യന്ത്രം കണ്ടെടുത്തു. യൂറിയ പൊടിക്കുവാനായി ഉപയോഗിച്ച ഗ്രൈൻഡറാണ് കണ്ടെത്തിയത്. ഡോക്ടർ മുസാമിലിന്റെ സുഹൃത്തായ കാർ ഡ്രൈവറുടെ വീട്ടിൽ നിന്നാണ് ഗ്രൈൻഡർ കണ്ടെത്തിയത്. ഗ്രൈൻഡർ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചു. ഹരിയാനയിലെ ഫരീദാബാദിലെ വാടക വീട്ടിൽ ഇയാൾ മെഷീൻ സ്ഥാപിച്ചിരുന്നുവെന്നും മാസങ്ങളോളം അവിടെ ബോംബ് നിർമ്മാണ രാസവസ്തുക്കൾ നിർമ്മിക്കുവാൻ ഇത് ഉപയോഗിച്ചിരുന്നുവെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിന് ഒരു ദിവസം മുൻപ് ഡൽഹി ജമ്മു കാശ്മീർ പോലീസ് 2900 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തു. 360 കിലോഗ്രാം അമോണിയം നൈട്രേറ്റും ഇംപ്രൊവൈസ്ഡ് സ്ഫോടക വസ്തുക്കൾ IED നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മറ്റ് വസ്തുക്കളും ഇതിൽ ഉൾപ്പെടുന്നു. അയ്യപ്പന്റെ ഒരു തരി സ്വർണം നഷ്ടപ്പെടരുത്. CPIM വിശ്വാസികൾക്കൊപ്പം MV ഗോവിന്ദൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പത്രികാ സമർപ്പണം പൂർത്തിയായപ്പോൾ LDFന് അനുകൂല സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. LDF വൻ വിജയം നേടും. LDF സർക്കാർ കൊണ്ടുവന്ന കേരളത്തിന്റെ വളർച്ചയും വികസന കാഴ്ചപ്പാടും ജനങ്ങൾക്ക് അനുകൂലമായ സമീപനങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളും എല്ലാം LDF വിജയം ഉറപ്പാക്കും. UDFന്റെ ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ട് BJPയെ ശക്തിപ്പെടുത്തും. ജമാഅത്തെ ഇസ്ലാമിയും SDPIയും മതതീവ്രവാദ നിലപാടുകൾ മുന്നോട്ടുവയ്ക്കുന്നവർ. 2 സീറ്റ് ലഭിക്കുമെന്ന പേരിൽ അവരോട് ഐക്യപ്പെടരുത്. അത് മതനിരപേക്ഷതയ്ക്ക് വലിയ മുറിവേൽപ്പിക്കുമെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. SIR സമയമെടുത്ത് സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ട വിഷയം. ജീവനക്കാരുടെ ജോലി സമ്മർദ്ദം ആത്മഹത്യയ്ക്ക് വരെ കാരണമാകുന്നു. സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. CPIM നൽകിയ ഹർജി ബുധനാഴ്ച സുപ്രീംകോടതി പരിഗണിക്കും. അന്വേഷണത്തെ സ്വാഗതം ചെയ്ത പാർട്ടിയാണ് CPIM. അയ്യപ്പന്റെ ഒരു തരി പൊന്നുപോലും നഷ്ടപ്പെടാത്ത അന്വേഷണം വേണം എന്നാണ് ആദ്യം തന്നെ ആവശ്യപ്പെട്ടത്. ഡൽഹി കലാപം, പ്രതികൾക്ക് 1 കോടി രൂപയിലധികം ലഭിച്ചു. ഭീകര ഫണ്ടിംഗ് നടന്നതായി കേന്ദ്രം. ഡൽഹി കലാപത്തിനായി ഭീകര ഫണ്ടിംഗ് നടന്നതായി കേന്ദ്രം. താഹിർ ഹുസൈൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് ഇതിനായി 1 കോടി രൂപയിൽ അധികം ലഭിച്ചെന്നും കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ. ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ തുടർവാദം തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. കലാപകാരികൾ പോലീസിനെ ആസൂത്രിതമായി ആക്രമിച്ചു. കലാപകാരികൾ തോക്കുകൾ, വാളുകൾ, ആസിഡ് കല്ലുകൾ എന്നിവയുൾപ്പെടെ മൂർച്ചയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു. രാജ്യത്തെ വിവിധ കഷണങ്ങളാക്കണം എന്ന് പ്രസംഗിച്ചു. ഉമർ ഖാലിദ്
തുക്കടെ തുക്കടെ മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് കേന്ദ്ര സർക്കാർ കോടതിയിൽ പറഞ്ഞു. പുട്ട് രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ശബരിമല സന്നിധാനത്ത് പാമ്പിനെ പിടികൂടി. 18ാം പടിക്ക് സമീപത്തെ റൂഫിന് മുകളിൽ പച്ചിലപ്പാമ്പ്. സന്നിധാനത്ത് നിന്നും പച്ചിലപ്പാമ്പിനെ പിടികൂടി. 18ാം പടിക്ക് സമീപത്തെ റൂഫിന് മുകളിലായാണ് ഇന്നലെ പുലർച്ചെ 2:30 ഭക്തരിൽ ചിലർ പച്ചിലപ്പാമ്പിനെ കണ്ടത്. സ്നേക് റെസ്ക്യൂ വിഭാഗം എത്തി മുകളിൽ കയറി പച്ചിലപ്പാമ്പിനെ നീക്കം ചെയ്തു. ആദ്യം സുരക്ഷാ ജീവനക്കാരെത്തി വെള്ളം പമ്പ് ചെയ്ത് പാമ്പിനെ ഒഴിവാക്കുവാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. തുടർന്ന് സ്നേക് റെസ്ക്യൂ വിഭാഗം എത്തി മുകളിൽ കയറി പച്ചിലപ്പാമ്പിനെ നീക്കം ചെയ്യുകയായിരുന്നു. അതേസമയം ശബരിമലയിൽ 24 മണിക്കൂറും സുരക്ഷാ വലയം തീർത്ത് ഭക്തർക്ക് കരുതലൊരുക്കുകയാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഫോഴ്സ്. സോപാനം, മാളികപ്പുറം, ഭസ്മക്കുളം, നടപ്പന്തൽ, ശരംകുത്തി, മരക്കൂട്ടം, പാണ്ടിത്താവളം, KSCB, കൊപ്രക്കളം എന്നിങ്ങനെ വിവിധ സ്ഥലങ്ങളാണ് ഫയർ പോയിന്റുകളായി പ്രവർത്തിക്കുന്നത്. 2 വാർഡുകളിൽ എതിരില്ലാതെ LDF ജയം. MV ഗോവിന്ദന്റെ മൂറാഴയിലും LDF സ്ഥാനാർത്ഥിക്ക് എതിരില്ല. ആന്തൂർ നഗരസഭയിൽ 2 വാർഡുകളിൽ എതിരില്ലാതെ LDF. MV ഗോവിന്ദന്റെ വാർഡായ മൂറാഴയിൽ LDF സ്ഥാനാർത്ഥിക്ക് എതിരില്ല. പൊടിക്കുണ്ട് വാർഡിലും എതിരില്ലാതെ LDF. മലപ്പട്ടം പഞ്ചായത്തിൽ 2 വാർഡുകളിലുമാണ് LDF എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത്. ആന്തൂർ നഗരസഭയിലെ 19ാം വാർഡായ പൊടിക്കുണ്ട് K പ്രേമരാജൻ, 2ാം വാർഡായ മോറാഴയിൽ K രജിത എന്നിവരാണ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത്. മലപ്പട്ടം പഞ്ചായത്തിലെ 5ാം വാർഡിൽ IV ഒതേനൻ, 6ാം വാർഡിലെ CK ശ്രേയ എന്നിവരും എതിരില്ലാതെ വിജയിച്ചു. ഇവരെല്ലാം CPIM സ്ഥാനാർത്ഥികളാണ്. അടുവാപ്പുറം വാർഡിൽ LDF എതിരില്ലാതെ വിജയിച്ചത് ശ്രദ്ധേയമായി. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുൻപ് എതിർ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുവാൻ പോലും കഴിഞ്ഞില്ല. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.